ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ടൈപ്പ് ഒരു സ്ക്രബും അതേപോലെ തന്നെ ഒരു ജെല്ലും ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇത് രണ്ടും നിങ്ങളുടെ മുഖത്തിൻ്റെ നിറം വർദ്ധിക്കാനും അതേപോലെ തന്നെ ഒരു റെഡിഷ് ഗ്ലോ വരാനും സഹായിക്കുന്ന നല്ല രണ്ട് സാധനങ്ങളാണ്. ഇത് വീട്ടിൽ തന്നെ ഉള്ള എല്ലാവരുടെ അടുക്കളയിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നതും അടിപൊളി റിസൾട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുന്നേ ഞാനൊരു ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഇട്ടിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം യൂസ്ഫുൾ ആണ് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ബീട്രൂട്ട് എന്നുള്ളത്. അപ്പോൾ ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഉണ്ടാക്കുന്നതിന് പകരം നമുക്ക് ഇതേപോലത്തെ രണ്ട് സാധനങ്ങൾ ഉണ്ടാക്കി അപ്ലൈ ചെയ്യാനാണെങ്കിലും നമ്മുടെ മുഖം പെർമനൻ്റ് ആയിട്ട് നിറം വെക്കാനും തിളക്കം വരാനും സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ള വീഡിയോ നമുക്ക് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ജെല്ല് ഉണ്ടാക്കാൻ ബീട്രൂട്ടും ക്യാരറ്റും വേണം. സ്ക്രബ് ഉണ്ടാക്കാൻ ബീട്രൂട്ട് മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ബീട്രൂട്ടും ക്യാരറ്റും ഇതേപോലെ ഒന്ന് ചിരകിയെടുക്കുക. ഇതുപോലത്തെ സ്ക്രാപ്പർ നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഇല്ലാണ്ട് നിങ്ങൾക്ക് ക്യാരറ്റ് വേറെ അതേപോലെ തന്നെ ബീട്രൂട്ട് വേറെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് നമ്മുടെ സ്ക്രബാണ്. ഞാൻ പറഞ്ഞ ആ ഒരു ബോഡി സ്ക്രബാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത്രയും ബീട്രൂട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം മറ്റൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടി 1-2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്യുക. റോസ് വാട്ടറിനൊന്നും ഇന്ന അളവ് എന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളെ ബോഡിയിൽ കംപ്ലീറ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ബീട്രൂട്ടും അരിപ്പൊടിയും റോസ് വാട്ടറും എടുക്കുക. അത്രയേ ഉള്ളൂ. അതിന് ഇന്ന അളവ് എന്നൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ഫുൾ ബോഡിയിലേക്ക്, അതായത് മുഖം ഉൾപ്പെടെ ശരീരം മുഴുവനും നിങ്ങൾക്ക് ഫുൾ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വെച്ചാൽ, നിങ്ങൾ മുഖത്ത് ഇത് ഡെയിലി ഇടാൻ പാടില്ല. സ്ക്രബ് ഒരിക്കലും നമ്മൾ മുഖത്ത് ഡെയിലി ഇടാൻ പാടില്ല. ഈ ഒരു സ്ക്രബ് വീക്കിലി 1 ടൈം മാത്രം നിങ്ങൾ മുഖത്തിടുക. പിന്നെ ശരീരത്തിൽ നിങ്ങൾക്ക് കുളിക്കുമ്പോൾ ഡെയിലി യൂസ് ചെയ്യുക. ഇത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഒരു അടിപൊളി സ്ക്രബാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഞാൻ ഈ കയ്യിൽ ചെയ്തിട്ട് കാണിക്കുന്ന ആ ഒരു റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത്. നിങ്ങൾക്ക് ബീട്രൂട്ട് ബാത്തിങ് പൗഡർ ഉണ്ടാക്കി യൂസ് ചെയ്തവരിൽ ഒരു 99% പേർക്കും നല്ല റിസൾട്ടാണ് കിട്ടിയത് ഫുൾ ബോഡി വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചിട്ട് എന്താ പറയുക, പൂത്തു പോകുന്നു, അത് പെട്ടെന്ന് കേട് വന്നു പോകുന്നു എന്നുള്ളവർക്ക് ഇത് ഡെയിലി ചെയ്താൽ ആ സെയിം റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് 2 മിനിറ്റ് മസാജ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുഖത്താണെങ്കിൽ ഇതുപോലെ 2 മിനിറ്റ് മസാജ് കൊടുത്ത് ഒരു 20 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയുക. അല്ല നിങ്ങൾ ബോഡിയിലാണ് ഇത് ചെയ്തതെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തതിന് ശേഷം, അതായത് 2 മിനിറ്റ് കംപ്ലീറ്റ്, അതായത് നിങ്ങളുടെ ചിലർക്ക് കഴുത്തിൻ്റെ താഴെ ഇടുപ്പുകളിലെല്ലാം കറുപ്പ് നിറം ഉണ്ടാവും, അവിടെയെല്ലാം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കഴുകിക്കളയുക. സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയരുത് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് യൂസ് തന്നെ നല്ലൊരു ഗ്ലോ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ സ്ക്രബ് എന്ന് പറയുന്നത്, ബീട്രൂട്ട് സ്ക്രബ്. ഇതെല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്ക് റോസ് വാട്ടറിന് പകരം പാൽ യൂസ് ചെയ്താലും അടിപൊളി റിസൾട്ടാണ് കേട്ടോ. പക്ഷേ ഫുൾ ബോഡിയൊന്നും ആരും പാലൊന്നും ഉപയോഗിച്ചിട്ട് കഴുകൂല. അപ്പോൾ ഫേസിലിടുന്ന നേരം നിങ്ങൾക്ക് റോസ് വാട്ടറിന് പകരം പാൽ ഉപയോഗിക്കുക. ഈ ഓയിലി സ്കിന്നുള്ളവർ പാലിന് പകരം റോസ് വാട്ടർ തന്നെയാണ് നല്ലത് കേട്ടോ. ഇത് കണ്ടോ, ഫസ്റ്റ് യൂസ് തന്നെയുള്ള ഒരു ഗ്ലോ നിങ്ങൾ നോക്കിയേ. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അതായത് ഫുൾ ബോഡിയിൽ നല്ല റിസൾട്ട് കിട്ടും. ഡെയിലി ഒരിക്കലും ഫേസിലിടാൻ പാടില്ലേ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സ്ക്രബ് ഒരിക്കലും ഡെയിലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ബോഡിയിലാണ് ചെയ്യേണ്ടത്. വീക്കിലി 1 ടൈം മാത്രം ഫേസിലിടുക. ഇനി അടുത്ത് നമ്മുടെ രണ്ടാമത്തത് നമ്മുടെ ബീട്രൂട്ട് ക്യാരറ്റ് ജെല്ലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു ജെല്ല് നമ്മൾ യൂസ് ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതൊരു 10 ദിവസമെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ ഒരു മടി ഉണ്ടാവില്ല. ഒറ്റൊരു ദിവസം ഉണ്ടാക്കിയാൽ ഒരു 10 ദിവസത്തേക്ക് പിന്നെ ഒരു ഭാഗം നോക്കണ്ട. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബീട്രൂട്ട് സ്ക്രബ് ചെയ്തെടുക്കുക.
അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ സ്ക്രാപ്പ് ചെയ്തെടുക്കുക. രണ്ടും കൂടി എടുത്തതിന് ശേഷം രണ്ടും ഏകദേശം ഒരേ അളവിൽ, അതായത് 1 കപ്പ് ബീട്രൂട്ട് ആണെങ്കിൽ 1 കപ്പ് ക്യാരറ്റ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ചെരുകിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകണേ, കാരണം നമ്മളെ ഫേസിലേക്ക് യൂസ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് തന്നെ നല്ല നീറ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഇത് ഞാൻ നമ്മളെ ബീട്രൂട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റും തയ്യാറാക്കി എടുക്കുക. ബീട്രൂട്ടും ക്യാരറ്റെല്ലാം എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ആർക്കും എന്താ പറയുക ഇല്ല എന്നുള്ളൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബീട്രൂട്ട് സ്ക്രബ് ഉണ്ടല്ലോ, ആ ബീട്രൂട്ട് സ്ക്രബ് നമ്മൾ ബീട്രൂട്ട് അങ്ങനെ ചിരകി എടുത്താൽ 1-2 ദിവസം മാത്രമേ കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ. അത് അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാത്തതാണ് നല്ലത്, ഫ്രഷ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഒരേ അളവിൽ ക്യാരറ്റും ബീട്രൂട്ടും മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ജെല്ല് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിനാദ്യം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും നീര് പിഴിഞ്ഞെടുക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളടുത്ത് ഈ ചിരകിയെടുക്കുന്ന ആ ഒരു സാധനം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഈ ക്യാരറ്റും ബീട്രൂട്ടും ചെറിയ പീസസ് ആയിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതേപോലെ നീര് പിഴിഞ്ഞെടുക്കാം. പക്ഷേ പെർഫെക്റ്റായിട്ട് നീര് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഒരു നീര് കിട്ടുന്നത്. കാരണം ഞാൻ 2 ടൈപ്പിൽ ചെയ്ത് നോക്കിയാൽ ഇതുപോലെയാണ് കുറച്ച് പെർഫെക്ഷൻ കിട്ടിയത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇട്ടാൽ നമുക്ക് ഇത് എന്താ പറയുക ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഒറ്റ എടുത്താൽ മതി, അല്ലാത്തവർക്ക് 1-2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഗ്ലിസറിന് 1 ടീസ്പൂണോളം ഗ്ലിസറിൻ എടുക്കുക. ഗ്ലിസറിന് ചിലരുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, പക്ഷേ വളരെ ചീപ്പ് റേറ്റിന് 80 രൂപയൊക്കെ ഉള്ളൂ, വളരെ ചീപ്പ് റേറ്റിന് കിട്ടുന്ന ഒരു സാധനമാണ് ഗ്ലിസറിന്. മെഡിക്കൽ ഷോപ്പിലെല്ലാം ഉണ്ടാവും ഗ്ലിസറിന് വെറുതെ മുഖത്ത് ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടച്ചാൽ പോലും നിങ്ങളുടെ മുഖത്തിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലിസറിന് വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് കണ്ടോ, ഇപ്പോൾ ഇതൊരു ജെല്ലി കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് എന്താ ചെയ്യുക, നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ, എയർ ടൈറ്റുള്ള ഗ്ലാസ് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കുക. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നവർക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കുക, ഇല്ലാത്തവർക്ക് ഇത് പുറത്ത് തന്നെ ഒരു 10 ദിവസമെല്ലാം നിൽക്കും കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത് ഞാനൊരു ഗ്ലാസ് ബോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഒരു ഫില്ലർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുഖത്തേക്ക് നല്ല ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അത് കഴുകിക്കളയേണ്ട. അതായത് ഞാൻ പറഞ്ഞല്ലോ, രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആണ് നിങ്ങളിത് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞ ആ സ്ക്രബ്ബ് നിങ്ങൾ വീക്കിലി 1 പ്രാവശ്യം മാത്രമേ മുഖത്തിടാവൂ. ഡെയിലി നിങ്ങൾക്ക് പിന്നെ ബോഡിയിലിടാം. ഇത് നിങ്ങൾക്ക് ഡെയിലി ഫേസിൽ തേക്കാൻ പറ്റുന്നതാണ്. ഡെയിലി നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് നല്ലോണം ഒന്ന് തേച്ച് കിടന്നുറങ്ങിയാൽ മാത്രം മതി. ഇത് ബെഡിലാവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് അപ്പോൾ അങ്ങ് അബ്സോർബ് ചെയ്തു പോകും. ഞാൻ ഇപ്പോൾ കയ്യിൽ കാണിച്ച നേരം നിങ്ങൾ കണ്ടില്ലേ, അതങ്ങ് അബ്സോർബ് ചെയ്തു പോകും. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. ഈ ഒരു സ്ക്രബും അതേപോലെ തന്നെ ആ ഒരു ജെല്ലും എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല റിസൾട്ടായിരിക്കും. ഇത് സ്ക്രബ് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു, അതേപോലെ തന്നെ നമ്മുടെ ജെല്ല് അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഇതേപോലെ ഡോട്ടായിട്ട് ഇട്ടിട്ട് ഇതുപോലെ തുടച്ച് കളഞ്ഞാൽ അതങ്ങ് അബ്സോർബ് ആയിക്കോളൂ എന്നുള്ളത് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആണ്. രാവിലെ മാത്രം സാധാരണ വെള്ളത്തിൽ കൈക്കളിയാണ് ചെയ്യേണ്ടത്. ഇത് ഡെയിലി ചെയ്യാം, പക്ഷേ സ്ക്രബ് വീക്കിലി 1 ടൈം മാത്രം ഫേസിൽ ചെയ്യുക, ബോഡിയിൽ ഫുള്ള് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.